വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോസിലായിട്ട് നമ്മൾ റേഡിയേഷൻ, കൺവെക്ഷൻ അതെല്ലാം കണ്ടു. അതിൻ്റെ എല്ലാം നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സെക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് സെക്ഷനാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, ഇപ്പൊ ഡെയിലി ആയിട്ടുള്ള നമ്മുടെ ചില ഇൻസിഡൻസസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചൂടും വെള്ളമോ പാലോ എന്തെങ്കിലും ഹോട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, വെള്ളമോ എന്തെങ്കിലും നമ്മൾ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ എടുത്ത് ടേബിളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നമുക്കറിയാം തനിയെ തണുക്കും അല്ലെ. എന്നിട്ട് ഈ സറൗണ്ടിങ്ങിന്റെ അതായത് റൂം ടെമ്പറേച്ചർ, ചുറ്റുമുള്ള ടെമ്പറേച്ചർ എത്രയാണോ അത് തന്നെ അതും അറ്റൈൻ ചെയ്യും. അപ്പം എന്തെങ്കിലും വസ്തു അത് ഹീറ്റുമായിട്ട്, അത് എന്തെങ്കിലും വസ്തു ആയിക്കോട്ടെ, ആ വസ്തു ഹീറ്റുമായിട്ട് എക്സ്ചേഞ്ച്, അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ആ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ റേറ്റ് എത്രമാത്രം ഫാസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഈ ഏത് വസ്തുവാണ് അത് ചുറ്റുപാടിന്റെ സറൗണ്ടിലേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പം ആ എത്രമാത്രം റേറ്റിലാണ് അത്, എത്രമാത്രം സ്ലോ ആയിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്നറിയാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ നടക്കും. അതായത് അതറിയാൻ വേണ്ടി ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സി, ഇപ്പൊ കുറച്ച് വെള്ളം കാലറിമീറ്ററിൽ എടുക്കണം. അത് പറഞ്ഞിരിക്കുന്നത് 300 ml വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 300 ml വാട്ടർ കലോറിമീറ്ററിൽ എടുക്കുക. ഇതൊരു കലോറിമീറ്റർ ആണ്. 300 ml വെള്ളം കലോറിമീറ്ററിൽ എടുക്കുക. എന്നിട്ട് ഒരു 2 ഹോളുള്ള ലിഡുമായിട്ടാണ് അത് കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇതിലൂടെ നമുക്ക് തെർമോമീറ്ററും മറ്റൊരു ഇതിലൂടെ സ്റ്റിററും വെക്കാം. ആ രീതിയിൽ എടുക്കുക, ഫിക്സ് വയ്ക്കുക. എന്നിട്ട് ഈ തെർമോമീറ്ററിന്റെ ബൾബ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിന്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക, എന്നല്ല റീഡിങ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ സമയത്ത് ഇതിന്റെ എന്താണോ റീഡിങ് ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നതായിരിക്കും, അതിന് T1 എന്ന് എടുക്കാം. അതായിരിക്കും ചുറ്റുപാടുള്ള സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ. ഇപ്പൊ എടുത്തിരിക്കുന്ന വെള്ളത്തിനും അതേ ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലോറിമീറ്ററിലുള്ള ഈ വെള്ളം അതിനെ ചൂടാക്കുക, ഇതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുക ടിൽ ഇറ്റ് അറ്റൈൻസ് 40 ഡിഗ്രി സെൽഷ്യസ് എബോവ് ദ റൂം ടെമ്പറേച്ചർ. സപ്പോസ് അതിപ്പം റൂം ടെമ്പറേച്ചർ ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഫൈനലി ഹീറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? ഫൈനലി നമ്മൾ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കാട്ടി ഒരു 40 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ, ഒരു 60 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിനെ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു T1 + 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമ്മളിതിനെ ഹീറ്റ് ചെയ്യുകയാണ്. ഇത്രയും ടെമ്പറേച്ചർ ഇത് അച്ചീവ് ചെയ്യുന്നിടം വരെ ഹീറ്റ് ചെയ്യിക്കാം. അതിനുശേഷം ഇത്രയും ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ ഹീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഇന്റർവൽ ഓഫ് ടൈമിൽ, ഇപ്പം ഓരോ മിനിറ്റിന്റെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റ് ഇന്റർവെല്ലിലാന്ന് വിചാരിക്കുക. ഈ ഓരോ മിനിറ്റ് ഇന്റർവെല്ലിലും എന്താണ് ചെയ്യുന്നത്, തെർമോമീറ്റർ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുക. തെർമോമീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന എത്രയാണോ ടെമ്പറേച്ചർ, നമുക്ക് കെൽവിൻ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ കെൽവിൻ, അപ്പൊ എത്രമാത്രം ടെമ്പറേച്ചർ ആണ്, കെൽവിനിലുള്ള ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ള ഇങ്ങനെ ഓരോ മിനിറ്റ് ഇന്റർവെല്ലിൽ നമ്മൾ ഇതിന് ഒരു മിനിറ്റ് ആകുമ്പോൾ സ്റ്റാർട്ട്സ് ഇവിടെ എത്രയാണെന്ന് നോക്കുക. അടുത്ത ഒരു മിനിറ്റിന് ശേഷം എത്രയാണ് ടെമ്പറേച്ചർ അത് നോക്കുക. അതിൻ്റെ ഒരു മിനിറ്റിന് ശേഷം എത്രയാണ്, അങ്ങനെ നോക്കുക. അങ്ങനെ എവിടം വരെയാണ്. എന്നിട്ട് ഓരോ സമയത്ത് നമ്മൾ സ്റ്റെയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ യൂണിഫോം ആവും. ഓക്കെ, നോക്കുക. അങ്ങനെ എവിടം വരെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ നോക്കേണ്ടത് T2 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ വരെ നോക്കുക. എന്താ T2 വിൽ ബി ലൈക്ക് എന്താണ് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് എബോവ് ദ സറൗണ്ടിങ് ആയിരിക്കും. അതായത് T2 വരെ നോക്കുക. അത് ടെമ്പറേച്ചർ ഒരു 5 ഡിഗ്രി സെൽഷ്യസിന് മേലെ വരുന്നത് നോക്കുക. അതായത് ഇപ്പൊ നമ്മുടെ റൂം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അതിന് ചൂടാക്കി 60 ഡിഗ്രി വരെ ആയിരുന്നു അല്ലെ. എന്നിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ടിൽ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്
നമ്മുടെ T1 ആണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഫൈനലി ഒരു 25 കെൽവിൻ വരെ വരുന്നവരെ നോക്കുക. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ്. ഓക്കെ ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ടെക്സ്റ്റിൽ കൊടുക്കുന്നത്. നമുക്ക് സെൽഷ്യസ് ആയിട്ട് തന്നെ പറയാം. സെൽഷ്യസ് ആയിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പൊ അവിടെ വരെ നമ്മൾ നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. വി ആർ പ്ലോട്ടിങ് എ ഗ്രാഫ്. ആ ഗ്രാഫില് എന്താണ് നമ്മൾ ഓരോ സമയത്തും അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ സപ്പോസ് ഇപ്പം ഈ ടെമ്പറേച്ചർ മൈനസ് ഈ ടെമ്പറേച്ചർ ഇൻ ദ ഇന്റർവൽ ഇപ്പം 1 മിനിറ്റ് ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 0th മിനിറ്റിലുള്ള ടെമ്പറേച്ചർ ഇത്, അതിന് 1 മിനിറ്റിന് ശേഷമുള്ള ടെമ്പറേച്ചർ ഇത്, അതിന് കറസ്പോണ്ടിങ് 1 മിനിറ്റിന് ശേഷമുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇത് അല്ലേ. അപ്പം എന്താണ് ഒരു മിനിറ്റ് ഈ ഒരു ഡെൽറ്റ ടി ഓഫ് 1 മിനിറ്റ് ഇന്റർവെല്ലിൽ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് ഈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വാല്യൂ അല്ലേ. അപ്പൊ അത് ഓരോന്നിലും നോക്കിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണ്. ഒരു ഡെൽറ്റ ടി അഗൈൻസ്റ്റ് വാല്യൂ ഓഫ് ദ ടെമ്പറേച്ചർ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മളൊരു വാല്യൂ ഇങ്ങനെ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ വെള്ളത്തിന്റെ ഒരു ഹോട്ട് വാട്ടർ കൂൾ ചെയ്യണമെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ നിന്ന്, അതിന് ഡിഫറൻസ് ഓഫ് ദ ടെമ്പറേച്ചർ, അതും ആ ചൂടുവെള്ളവും ആ ചൂടുവെള്ളത്തിന്റെ ടെമ്പറേച്ചറും അതിന്റെ സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം നമുക്ക് ഇത് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0. ഈ ആദ്യത്തെ നിമിഷങ്ങളിൽ എന്താണ് ഡെൽറ്റ ടി അത് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിങ്ങനെ കുറയാണ്. ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്ലി ഇവിടം വരെയൊക്കെ അത് വളരെ ഇവിടം വരെയൊക്കെ എന്താണ് അത് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആദ്യം ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ റേറ്റ് ഓഫ് കൂളിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. സോ ദിസ് റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം ഇത്രയും ഫസ്റ്റ് മിനിറ്റ്സുകളിൽ ആദ്യത്തെ സമയങ്ങളിലെല്ലാം ഫാസ്റ്റർ ആയിരുന്നു അല്ല, ഇവിടെയെല്ലാം റേറ്റ് ഓഫ് കൂളിംഗ് എല്ലാം ഫാസ്റ്റർ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് എസ്പെഷ്യലി ഏറ്റവും അധികം നമുക്ക് പറയുന്ന റേറ്റ് ഓഫ് കൂളിംഗ് ഈ ഇത്രയും സമയത്തൊക്കെയാണ് ഏറ്റവും റേറ്റ് ഓഫ് കൂളിംഗ് വളരെ ഒരു ഡിപ്പ് അവിടെ വന്നിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് അല്ലേ. അതിനുശേഷം നമുക്ക് മനസ്സിലാവും അത് കുറയുകയാണ്. അതിനുശേഷം എസ്പെഷ്യലി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ എന്താണ് കൂളിംഗ് വളരെയധികം കുറയുകയാണ്, ഡിക്രീസീവ് ആണ്. അത് വളരെ ഒരു ഡിക്രീസിങ് ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. ടെമ്പറേച്ചർ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് ആ റേറ്റ് ഓഫ് കൂളിങ്ങിന് എന്ത് സംഭവിക്കുകയാണ്, പിന്നെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂടായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ വാട്ടറിൽ ഒരു ഹോട്ട് ബോഡി അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്, ഇപ്പം ഒരു ഹോട്ട് ബോഡി ആണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് എന്താണ് ഹീറ്റിനെ കൊടുക്കുന്നുണ്ട്, ഹീറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റേഡിയേഷനായിട്ട് എന്താണ് ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഹോട്ട് ബോഡി എപ്പോഴും ഹീറ്റ് അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് റേഡിയേറ്റ് ചെയ്ത് കൂളാവുന്നു. അപ്പൊ എത്രമാത്രം ഹീറ്റാണ് അത് നഷ്ടപ്പെടുത്തുന്നത്, അതായത് കൂളിയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്ന് പോകുന്നത് എന്നുള്ളത് ആ ബോഡിയുടെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് depends on the difference in temperature between the body and the surroundings. Difference in temperature of the body and the surroundings. അതിനത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ന്യൂട്ടൺ ആണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് എന്താണ് ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ആൻഡ് ദ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചത് ന്യൂട്ടൺ ആണ്. അതുകൊണ്ടാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞനുസരിച്ച് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, അപ്പം ഹീറ്റ് നഷ്ടപ്പെടുന്നതിന്റെ റേറ്റ്, ദാറ്റ് മീൻസ് വി ഹാവ് ഹീറ്റിനെ നമ്മൾ ക്യൂ ആയിട്ടാണ് ഇപ്പം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ എത്രമാത്രം നഷ്ടപ്പെടുന്നോ അപ്പോൾ എത്രമാത്രം സം ചേഞ്ചസ് ആർ ഡി ക്യൂ. റേറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടി, ഡി ക്യൂ ബൈ ടി ടി. അപ്പൊ അത് ഇവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് ആണ് ബോഡി, സോ ദാറ്റ് ഇസ് നെഗറ്റീവ്. ലോസ് ചെയ്യുന്നതല്ല,
അപ്പം this is the rate of loss of heat, and that is, it depends on the difference in temperature of the body and the surroundings. So this is proportional to the difference of the temperature. So നമ്മൾ difference of temperature delta T എന്ന് കൊടുക്കുകയാണെങ്കിൽ, that is delta T is the difference between the body and the surroundings. ഇപ്പം ബോഡിയുടെ ടെമ്പറേച്ചർ T2 ഉം സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ T1 ആണ്, that is T2 minus T1. അപ്പം ഇതാണ് ആ റിലേഷൻ. ദിസ് ഈസ് ബേസിക്കലി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ആൻഡ് ഇതെന്ന് പറയുന്നത് എപ്പോഴും വാലിഡ് ആവുന്നത് ഫോർ സ്മോൾ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചറിന് മാത്രമേ ഇത് വാലിഡ് ആവത്തുള്ളൂ. ഓൺലി ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ സ്മോൾ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റേഡിയേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 4th പവർ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് വളരെയധികം കൂടുവാണെങ്കിൽ നമുക്കറിയാം അതിന്റെ വേരിയേഷൻ പിന്നെ അത് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഫോർ സ്മോൾ ഡിഫറൻസസ് മാത്രമേ ഈ ലോ വാലിഡ് ആവത്തുള്ളൂ. ബിക്കോസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് 4th പവർ ആയിട്ടാണ് റേഡിയേഷൻ ജനറൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അപ്പം അല്ലാതെ സ്മോൾ ഡിഫറൻസസിന് നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ എത്രമാത്രം ഹീറ്റാണ് നഷ്ടപ്പെടുത്തുന്നത് ഈ റേഡിയേഷൻ വഴി ആ ബോഡിക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള വസ്തുവാണ്, അതിന്റെ എക്സ്പോസ്ഡ് സർഫസ് ഏരിയ, അതിനെല്ലാം കൂടി also depend ചെയ്യും. ഓക്കെ, സോ ദിസ് മൈനസ് dq by dt നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇടാം, സം k ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഞാൻ ഡെൽറ്റ ടിക്ക് ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് ദ സ്മോൾ ക്യാൻ കേട്ടോ. ദിസ് ഇസ് സ്മോൾ k T2 minus T1 കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടുത്തെ ഈ നെഗറ്റീവ് വരുന്നത് ഹീറ്റ് ലോസ് ആവുന്നതുകൊണ്ടാണ്. സോ വി ഹാവ് ദിസ് കോൺസ്റ്റന്റ് ഹിയർ. ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് k എന്ന് പറയുന്നുണ്ടല്ലോ. സോ ദാറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ആൻഡ് നേച്ചർ ഓഫ് ദ ബോഡി. കാര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റേഡിയേഷൻ. അപ്പോൾ അതിന് അക്കോർഡിംഗ്ലി ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് നേച്ചർ ഓഫ് സർഫസ് ഓഫ് ദ ബോഡി. സോ അക്കോർഡിംഗ്ലി ഏതൊരു വസ്തുവും യുണീക്ക് ആയിട്ടുള്ള ഒരു k വാല്യൂ ആണ് അത്. ഓക്കെ, അത് അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സപ്പോസ് ഇപ്പോൾ ഒരു ബോഡിയുടെ മാസ് m അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി s ആണെന്ന് വിചാരിക്കാം. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് s ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ആണെന്ന് വിചാരിക്കാം. ആൻഡ് T1 എന്ന് പറയുന്നതാണ് സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കാം. T1 ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പം ഇപ്പൊ ബോഡിയുടെ ടെമ്പറേച്ചർ T2 ആണ്. അപ്പം ആ ബോഡി ടെമ്പറേച്ചർ ഒരു ഇച്ചിരി കുറഞ്ഞ് DT2 കുറഞ്ഞു എന്ന് വിചാരിക്കാം. T2 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ ആ ബോഡിക്ക് സംഭവിച്ചു. സസ് ദാറ്റ് ആ ബോഡി ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ആ ബോഡിക്ക് സംഭവിച്ചു, ഒരു ചെറിയ ഡിഫറൻസ്. ആ ഡിഫറൻസ് ആണ് DT2 എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതിന് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ആൻഡ് ഈ ഒരു ടെമ്പറേച്ചർ അത് കുറഞ്ഞത് അതിനെടുത്ത സമയം എന്ന് പറയുന്നത് DT ആണെന്ന് വിചാരിക്കും. ഈ ചെറിയ സമയത്ത് ഈ ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസം ആ ബോഡിക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ്, എത്രമാത്രം ഹീറ്റ് ആണ് ഇപ്പൊ ഈ ബോഡിക്ക് നഷ്ടമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് dq എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. വി ഓൾറെഡി നോ ദ ഫോം ഓഫ് എസിന്റെ ഇക്വേഷൻ, സ്പെസിഫിക് കപ്പാസിറ്റി ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഇസ് ഡെൽറ്റ q ബൈ ഡെൽറ്റ ടി. സോ ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ q ആണ് വേണ്ടത്, ദാറ്റ് മീൻസ് dq. സോ dqനെ എങ്ങനെ എഴുതാം? ms ഡെൽറ്റ ടി എന്ന് എഴുതാം. നമ്മളിവിടെ ആ ചെറിയ ചേഞ്ച് ആയിട്ട് കൊടുത്ത് DT2 ആണ്, ഇത് നമുക്ക് DT2 എന്ന് ഇവിടെ എഴുതാം. ഇനി ഈ ഇക്വേഷനാണ് DT2നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ദിസ് വിൽ ബിക്കം dq by DT2 is equal to ms. അങ്ങനെയല്ല, what I am going to do is that ഇപ്പം ഈ ഇക്വേഷൻ dq is equal to ms DT2 ആണല്ലോ. സോ നമുക്കറിയാം ദിസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ് അതിന് സംഭവിച്ച് DT ടൈമിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് dq by dt നമ്മൾ ചെയ്യണം. അപ്പൊ dqന്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പം നമ്മൾ dq by dt ആണ് എടുത്തിരിക്കുന്നത്. സോ ഇത് നമ്മൾ
dt കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റേറ്റ് ഓഫ് വി ആർ ഹാവിംഗ് എഴുതാം. Okay, so we are having the amount of heat losses dq is equal to ms dt2. അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നു ഈ ഹീറ്റ് ലോസ് ആയി സംഭവിക്കുന്ന dt ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, dt കൊണ്ട്. സോ dq by dt. So dq is given by ms dt2. ഇപ്പൊ dt കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ dt കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇതിപ്പോ ഞാനൊരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഒരു ഡി ക്യൂ ബൈ ഡി ടിക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഇപ്പോൾ ഇവിടെ കിട്ടിയിരുന്നു. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ. സി മൈനസ് ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത് ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം എസ് ഡി ടി ടു ബൈ ഡി ടി. അപ്പൊ ഇത് രണ്ടും കൂടി എനിക്ക് കമ്പൈൻ ചെയ്തിട്ട് മറ്റേടത്ത് നമ്മൾ കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ, അതിനൊരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു. ആ മൈനസ് സൈൻ ഞാൻ ഇവിടെയും കൂടെ കൂട്ടി എഴുതാം. ഈക്വൽ ടു എം എസ് ഡി ടി ടു ബൈ ഡി ടി എനിക്ക് എഴുതാമല്ലോ. കാര്യം അവിടുത്തെ ഇക്വേഷനകത്ത് നിന്ന് ഡി ക്യൂ മൈനസ് ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. അതിന് ഇവിടേക്ക് എഴുതുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ എഴുതാം. ആൻഡ് ഹിയർ ദിസ് ഇസ് ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു എം എസ് ഡി ടി ടു ബൈ ഡി ടി. അപ്പൊ ഇതിനെ എനിക്ക് നെഗറ്റീവ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തിരക്കിയിടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി. ഇനി ഫ്രം ദസ് ഞാൻ ഡി ടി ടു ബൈ ഡി ടി എങ്ങനെ എനിക്ക് എഴുതാം ഇക്വേഷൻ്റെ അകത്ത് നിന്നും? വെറൈറ്റ് ഡി ടി ടു ബൈ ഡി ടി. ഈ ഡി ടി ടു ബൈ എ ഡി ടി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 1 സെക്കൻഡ്, ഞാൻ ഈ ഫുൾ ഇക്വേഷൻസ് ഒന്ന് ഇപ്പുറത്തേക്ക് എഴുതാമേ. സോ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയത് ഈ ഇക്വേഷൻ ആണ്. ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇത് സ്മോൾ കെ ആണ്. ഓക്കെ, കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. ഈ സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടിയത് ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം എസ് ഡി ടി ടു ബൈ ഡി ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്യാം, അത് മൈനസ് ഡി ക്യൂ ബൈ ഡി ടി കൊണ്ട് മൈനസ് കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എം എസ് ഡി ടി ടു ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഡി ടു ബൈ ഡി ടിയെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് ഈസ് ഡി ടി ടു ബൈ ഡി ടി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓൾറെഡി മൈനസ് കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ അവിടെ ഉണ്ട്. ഈ എം എസ് നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ എം എസ്. സോ ഇത് ഇനി ഞാൻ ഇവിടുത്തെ ഈ മൈനസ് കെ ബൈ എം എസിന് ക്യാപിറ്റൽ കെ എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? ഡി ടി ബൈ ഡി ടി ഡി ടി ടു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ കെ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ, ടി ടു മൈനസ് ടി വൺ. ഓക്കെ, അപ്പം ഈ ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് എന്താണ്? ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഞാൻ അതിനെ ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് ഉണ്ട്. ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, റൈറ്റ്? അപ്പൊ ഈ ഡി ടി ടു എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അപ്പം അതിനെ ഒരു സൈഡിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ഇതിന് ടെമ്പറേച്ചർ, അപ്പൊ അതിന്റെ താഴെ ടെമ്പറേച്ചറിന്റെ ടേം കൊടുക്കുന്നു. സോ കെ ഡി ടി എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. Okay, we have this equation dt2 by t2 minus t1 is equal to k dt. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് t2 എന്താണ്, നമുക്ക് ടൈം എത്രമാത്രം ടൈം എടുക്കും എന്നാണ് നമ്മൾ ഇനീഷ്യലി അതങ്ങനെ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് എന്താണ് എപ്പോഴും ഒരു ഹോട്ട് ഒബ്ജക്റ്റ് സറൗണ്ടിങ്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഹീറ്റ് റേഡിയേഷൻ സംഭവിക്കും. അത് ഈ ഹോട്ട് ഒബ്ജക്റ്റ് അതെന്ത് ചെയ്യും, കൂളാവാൻ തുടങ്ങും. അത് ഇക്വിലിബ്രിയത്തിൽ എത്താൻ ശ്രമിക്കും ഈ സറൗണ്ടിങ് ടെമ്പറേച്ചറുമായിട്ട്. അതുകൊണ്ട് തന്നെ അത് അതിനുള്ള ഹീറ്റെല്ലാം ഈ സറൗണ്ടിങ്സിലേക്ക് കൊടുക്കും. അപ്പൊ അതിനുള്ള എത്രമാത്രം സമയമാണ് വേണ്ടതെന്നാണ് പ്രൈമറിലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ സമയം എന്ന് പറഞ്ഞ ഫാക്ടറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി പ്രൈമറിലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇഫ് വി ഹാവ്, ഇപ്പം നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ജനറൽ ഇഫ് യു ആർ ഹാവിങ് ഇന്റഗ്രൽ സം ഡി എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ,
ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഇന്റഗ്രൽ എങ്കിൽ, അതായത് so integral 1 by x dx എന്ന് പറയുന്നത് in general that is log e to the natural logarithm, that is natural logarithm log, not natural logarithm, okay, logarithm of x തന്നെയാണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ. ഓക്കെ, ഇന്റഗ്രൽ 1 by x dx. അപ്പൊ അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് ഇന്റഗ്രൽ dt2 ബൈ ഒരു, അത് 1 ബൈ ഒരു ടേം ആണ് വന്നിരിക്കുന്നത് അല്ലെ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ log e into t2 minus t1. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് പുറത്തെടുക്കാം, ഇൻറ്റു ഡി ടി, ഇന്റഗ്രൽ ഡി ടി കൊടുക്കാം. സോ ദിസ് ഇസ് log e t2 minus t1 is equal to k into ഇന്റഗ്രൽ ഓഫ് ഡി ടി എന്ന് പറയുന്നത് t ആണ്. ഓക്കെ, എപ്പോഴും ഇന്റഗ്രൽ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് എന്താണ് എക്സ് എന്ന് പ്ലസ് സം കോൺസ്റ്റന്റും കൂടി വരും. ഓക്കെ, സോ ആ കോൺസ്റ്റന്റ് വാല്യൂ കൂടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി നമ്മൾ ഗെയിൻ ഈ ഇന്റഗ്രൽ, അതായത് എക്സ്പോണൻഷ്യൽ ഓഫ് ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. ഈ പവർ ലോഗ് എക്സ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് വി ഹാവ് ഇ പവർ ലോഗ് ഇ ടി ടു മൈനസ് ടി വൺ ഇസ് ഈക്വൽ ടു ഇ പവർ കെ ടി പ്ലസ് സി. ഇ പവർ കെ, ഇ പവർ ഹിയർ വി ഹാവ് നമ്മൾ മൈനസ് വിട്ടു കേട്ടോ, ഇതിലൊരു മൈനസ് ഉണ്ടായിരുന്നു. മൈനസ് ടി വൺ, ഓക്കെ, അവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു കേട്ടോ. ഐ എം സോറി, നമ്മൾ എടുത്തപ്പോൾ ഒരു കാര്യം ഞാനിവിടെ പറയാൻ വിട്ടുപോയി. ദിസ് ഇസ് നമ്മൾ കെ ബൈ എം എസ് ആണ് ക്യാപിറ്റൽ കെ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. കെ ബൈ എം എസ് ആണ് ക്യാപിറ്റൽ കെ ആയിട്ട് എടുക്കുന്നത്. ഈ ഇക്വേഷൻ്റെ അകത്ത് അഗെയിൻ യു ആർ ഗെറ്റിംഗ് ദിസ് മൈനസ്. ഓക്കെ, ഈ മൈനസ് അവിടെ ഉണ്ടാവും, ബിക്കോസ് കെ ബൈ എം എസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ കെ ആയിട്ട് എടുക്കുന്നത്. ഈ മൈനസ് ഇറ്റ് വിൽ റീറ്റെയിൻ ഹിയർ. ഓക്കെ, അതിന് ആ കോൺസ്റ്റന്റിൽ ആ മൈനസിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല കേട്ടോ, ഇങ്ങനെയാണ് എഴുതിയത്. സോ ഹിയർ ഓൾസോ യു വിൽ ഹാവ് ദിസ് മൈനസ്. സോ ഇവിടെ വരുമ്പോഴും യു വിൽ ഗെറ്റ് ദ മൈനസ്. ദാറ്റ് മീൻസ് here it is minus integral capital K dt എന്നാണ് കേട്ടോ. മൈനസ് ഉണ്ടാവും ഇവിടെ, മൈനസ് ഓക്കെ, മൈനസ് കെ ഇന്റഗ്രൽ ഡി ടി. സോ ഇവിടെ വി ഹാവ് ദിസ് മൈനസ് കെ ടി പ്ലസ് സി. സോ ഇവിടെ വരുമ്പോഴും യു വിൽ ഹാവ് ദിസ് മൈനസ് കെ ടി പ്ലസ് സി. ഓക്കെ, അത് നമുക്ക് അങ്ങനെ തന്നെ വരും. അപ്പൊ അവിടെയും സോ ഇവിടെ ഈ പവർ ലോഗ് വിത്ത് റെസ്പെക്ട് ലോഗ് ടി ടു മൈനസ് ടി വൺ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, അതുപോലെ ജനറൽ റൂൾ അനുസരിച്ച് ഇത് ടി ടു മൈനസ് ടി വൺ ആവും. ആൻഡ് ഇ പവർ മൈനസ് കെ ടി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇ പവർ എം പ്ലസ് എന്നിനെ വേണമെങ്കിൽ നമുക്ക് ഇ പവർ എം ഇൻറ്റു ഇ പവർ എൻ എന്ന് എഴുതാമല്ലോ. അപ്പൊ അത് വെച്ച് ഇത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദിസ് ടി ടു ഇസ് ഈക്വൽ ടു, ഞാൻ ടി വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഞാൻ ടി വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടി ടു ഇസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ഇ പവർ മൈനസ് കെ ടി ഇ പവർ സി എന്ന് വരും. ഈ സി ഇ പവർ സിയെ ഞാൻ എന്തെങ്കിലും എന്താണ് സി പ്രൈം എന്ന് വിളിക്കുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് ദിസ് ടി ടു ഇസ് ഈക്വൽ ടു ടി വൺ പ്ലസ് സി പ്രൈം ഇ പവർ മൈനസ് കെ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചിട്ട് എന്ത് സാധിക്കും നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട്, കാര്യം നമുക്ക് അറിയാം ബോഡിയുടെ ഫൈനൽ ടെമ്പറേച്ചർ, ഇപ്പോൾ സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ബോഡി ഫൈനലി അച്ചീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്, അല്ലെങ്കിൽ കെ, ഇതൊക്കെ അറിയാമെങ്കിൽ എത്രമാത്രം സമയം നമുക്ക് ടി, എത്രമാത്രം ബോഡി സമയം എടുക്കും ഈ ടി വൺ എന്ന് ടി ആവാൻ, അല്ല സോറി ടി ടു നിന്നും ടി വൺ
വരെ എത്താൻ എത്രമാത്രം സമയം എടുക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇന്റഗ്രേഷൻ ഒക്കെ ജസ്റ്റ് ഈ റൂൾസ് ഒക്കെ വെച്ചൊന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കൂടുതൽ ഡിഫറൻസിയേഷൻ നെക്സ്റ്റ് ഇയറിലായിരിക്കും പഠിക്കുക. അതുകൊണ്ട് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസിന്, സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടു. അപ്പൊ ചെറിയ ബോഡിയും സറൗണ്ടിങ്സ് തമ്മിലുള്ള ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസസ് ആണെങ്കിൽ ഈ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും ഒക്കെ കാരണം ഉണ്ടാവുന്ന എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഇഫക്റ്റിലെ ആ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് ഈ ബോഡി സറൗണ്ടിങ്സ് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു റേഡിയേറ്ററിന് ഒരു എത്രമാത്രം ഹീറ്റ് റേഡിയേറ്റർ റൂമിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വോളിൽ നിന്നും എത്രമാത്രം ഹീറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഓഫ് ടീയിൽ എത്രമാത്രം കൂളിംഗ് സംഭവിക്കുന്നത്, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ചെറിയ ചെറിയ ഹീറ്റ് ഡിഫറൻസിന്റെ കാര്യങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ഈ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെരിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വി എന്ന് പറയുന്ന ഒരു ഡബിൾ വോൾഡ് ആയിട്ടുള്ള ഒരു വെസലുണ്ട്, ഡബിൾ വോൾഡ് ആയിട്ടുള്ള വെസൽ. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ, ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചറാണ് ഈ T1, ഈ തെർമോമീറ്റർ T1 കൊണ്ട് അളക്കാൻ സാധിക്കും. T1 കൊണ്ട് അളക്കാൻ സാധിക്കും. ഇനി ഒരു കോപ്പർ കലോറിമീറ്ററും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ളത് ചൂട് വെള്ളമാണ്. ഓക്കെ, അത് ഈ ഡബിൾ വോൾഡ് വെസലിന്റെ ഉള്ളിലാണ് ഈ കോപ്പർ കലോറിമീറ്റർ ഇരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് വി ഹാവ് 1 തെർമോമീറ്റർ, അതിൻ്റെ അകത്തെ വെള്ളത്തിന്റെ ചൂട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഈ കലോറിമീറ്ററിന്റെ അകത്തുള്ള വെള്ളം എന്ന് പറയുന്നതാണ് ഈ സറൗണ്ടിങ്ങിനെക്കാട്ടും ചൂട് കൂടുതലുള്ളത്. ഓക്കെ, ബട്ട് ഈ തെർമോമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒബ്വിയസ്ലി സംഭവിക്കും, കലോറിമീറ്ററിന്റെ അകത്തുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന വരെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മെഷർ ചെയ്യാം. T2ഉം T1ഉം ഒരു ടൈം എടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്യാം. മെഷർ ചെയ്ത് ഫൈനലി അങ്ങനെ ഒരു മെഷർ ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും, ലോഗി T2 - T1 T വെച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഇങ്ങനെ ഇവിടെ കിട്ടുകയാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നെഗറ്റീവ് സ്ലോപ്പാണ് വന്നിരിക്കുന്നത്. സോ ഫ്രം ദിസ് ഇക്വേഷൻ എന്താണ് നമുക്ക് മനസ്സിലാവും, അത് നമ്മളുടെ റിയൽ ഇക്വേഷൻ. കാര്യം നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ y = mx + c അല്ലേ. ഇവിടെ y ആക്സിസിലുള്ളത് ലോഗി T2 - T1. ഇനി വി ഹാവ് സം നെഗറ്റീവ് സ്ലോപ്പ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് സപ്പോസ് k എന്ന് കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആണ്, ഞാനിവിടെ -k ഇട്ടു. ആൻഡ് x ആക്സിസിലുള്ളത് ടൈം പ്ലസ് സം കോൺസ്റ്റന്റ്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അല്ലെ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ ഇത് തന്നെയാണ്, ലോഗി T2 - T1 KT - KT + c. ഇത് സെയിം സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. A pan filled with hot food cools from 94 degrees Celsius to 86 degrees Celsius in 2 minutes when the room temperature is 20 degrees Celsius. Room temperature 20 degrees Celsius ആയിരുന്നപ്പോൾ ഒരു പാനിൻ്റെ അകത്ത് നിറയെ ഹോട്ട് ഫുഡ് എടുത്തിരിക്കുകയായിരുന്നു. ആ ഹോട്ട് ഫുഡ് 94 നിന്ന് 86 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു, ഡ്രോപ്പ് ചെയ്തു. 2 മിനിറ്റിനുള്ളിൽ ഇത്രയും ടെമ്പറേച്ചർ ഡ്രോപ്പ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കൂൾ ഫ്രം 71 ഡിഗ്രി സെൽഷ്യസ് ടു 69 ഡിഗ്രി സെൽഷ്യസ്? അങ്ങനെയാണെങ്കിൽ 71 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 69 ഡിഗ്രി സെൽഷ്യസ് വരെ കൂൾ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വി ഹാവ് അവർ ഇക്വേഷൻ നോക്കൂ. നമ്മൾ ഓൾറെഡി T2 - T1 is equal to -k dt എന്ന് പറഞ്ഞ നമ്മളുടെ ഇക്വേഷൻ നമുക്കുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ട ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ ഇക്വേഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇവിടെ dt2 എന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതാം ഇപ്പൊ ഇക്വേഷൻ. സോ dt is equal to എന്താണ് ഈ k എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് എന്താണ് ഇത് മൈനസ് ഈസ് ജസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എന്താണ് ഇറ്റ് ഈസ് കൂളിംഗ് എന്നുള്ള ഹീറ്റ് ലൂസ് എന്ന് കാണിക്കാനായിട്ടാണ്. ആൻഡ് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസിനെ ഞാൻ ΔT എന്നും കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് എഴുതാമല്ലോ. ഞാൻ അതിന് ഇങ്ങനെ എഴുതി. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ
ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇത്രമാത്രം ചേഞ്ച് ആണ് ടെമ്പറേച്ചറിന് വന്നിട്ട് ഏത് ഇന്റർവെൽ ഓഫ് ടൈമിലാണ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ആ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ് എന്നുള്ളത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കണം, ഈ dT2ഉം T2 മൈനസ് T1 എന്ന് പറയുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ dT2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആവറേജ് ടെമ്പറേച്ചർ ആണ്. നമ്മളുടെ ഇവിടുത്തെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ. ഇപ്പൊ റൂം ടെമ്പറേച്ചറിനാണ് എപ്പോഴും T1 ആക്കി എപ്പോഴും വെക്കുന്ന റൂം ടെമ്പറേച്ചറിനെയാണ്. ദാറ്റ് വിൽ ബി യുവർ റൂം ടെമ്പറേച്ചർ. ദാറ്റ് ഇസ് ദ T1. ഇനി എ പാൻ ഫിൽഡ് വിത്ത് ഹോട്ട് വാട്ടർ കൂൾസ് ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് നമ്മുടെ ചേഞ്ച് ഇൻ ഫുഡിനുണ്ടായ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് dT2. ഓക്കെ, dT2 ഇസ് ദ ചേഞ്ച് ഇൻ ദ ഫുഡ് ടെമ്പറേച്ചർ. ഫുഡ് ടെമ്പറേച്ചർ എത്രമാത്രം ചേഞ്ച് ആയി എന്നുള്ളതാണ് dT2. സോ ഹിയർ ഇൻ ദിസ് കേസ് യു ആർ ഹാവിംഗ് ഫുഡ് എങ്ങനെയാണ് 94 80 ഡിഗ്രി 86 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പൊ അതിന്റെ ഫുഡ് ടെമ്പറേച്ചറിന്റെ ചേഞ്ച് വന്നിരിക്കുന്നത് 94 മൈനസ് 86 അത്രയാണ് പറഞ്ഞത്. സോ അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് ആ ഫുഡ് ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ഫുഡ് ടെമ്പറേച്ചർ ആണ്. അപ്പം അത് എടുക്കുമ്പോഴത്തേക്കും പറയാം ഫുഡ് ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ആണ്. ബട്ട് അത് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു 1 second 9394 yeah പറയാം dT2 is the change in food temperature. Okay, change in the food temperature. So നമ്മുടെ ഹോട്ട് പാനിലുള്ള ഫുഡ് 94 നിന്ന് 86 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. സോ 94 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 86 ഡിഗ്രി സെൽഷ്യസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഫുഡ് ടെമ്പറേച്ചർ, സോ ഇവിടെ നമുക്ക് ഇൻപുട്ട് ചെയ്യാം കറസ്പോണ്ടിങ്. സോ ഇവിടെ 8 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡ് ബൈ എത്രയാണ് 2 മിനിറ്റ്സിലാണ് പറഞ്ഞത് 2 minutes ഇസ് ഈക്വൽ ടു നമ്മുടെ K ഇൻറ്റു ഇനി എന്താണ് ഡെൽറ്റ ടി. അപ്പം ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മുടെ തിയറി പഠിച്ചതാണ് T2 മൈനസ് T1 ആണ്. ഈ ദിസ് T2 മൈനസ് T1 എന്നാണ്. T1 ഈസ് എ റൂം ടെമ്പറേച്ചർ ആൻഡ് T2 എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ നിന്നുമാണ് ഇതിങ്ങനെ കുറഞ്ഞത് 94 86 ആയി. അപ്പം ഇതിന്റെ ആവറേജ് എടുക്കുന്നതാണ് നമ്മളുടെ T2 വാല്യൂ. T2 ഇസ് ദ ആവറേജ് ഓഫ് this 94 and 86, that is 94 plus 86 divided by 2 ചെയ്യുവാണെങ്കിൽ you will get 90 degrees Celsius. So 90 degrees Celsius ആണ് നമ്മളുടെ T2. So here you have the delta T is equal to 90 degrees Celsius minus 20 degrees Celsius, that is 70 degree Celsius. കാര്യം അതാണ് നമ്മൾ ആവറേജ് ഔട്ട് ചെയ്തിട്ട് ആ ഡെൽറ്റ ടി കണ്ടുപിടിക്കുക. സോ ഹിയർ യു ഹാവ് 70 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കാം. How long will it take to cool from 71 degrees Celsius to 69 degrees Celsius എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം അവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫുഡ് ഫ്രം 71 to 69 degrees Celsius means 71 minus 69 which is 3 degrees Celsius. അല്ല 2 degrees Celsius അത്രയും ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ വന്നത്. അപ്പൊ അതിന് എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എത്രയാണ്? ഓൾസോ T2 മൈനസ് T1. അപ്പം അവിടുത്തെ T2 ഇസ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ഫുഡ്. ഓക്കെ, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ഫുഡ്. അപ്പൊ അവിടെ തന്നിരിക്കുന്ന രണ്ട് ഹൈസ്റ്റും മാക്സിമം മിനിമം ടെമ്പറേച്ചർ 71 16 അതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എത്രയാണ് ആവറേജ് ടെമ്പറേച്ചർ വരുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഡെൽറ്റ ടി മീൻസ് T2 minus T1 which is equal to 70 degree Celsius minus T1 is 20 degree Celsius. അതായിരുന്നു റൂം ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് 50 degree Celsius. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ഇക്വേഷൻ എഴുതാം. dT2 by dt is equal to K into delta T. ഈ ഇക്വേഷനിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ what you will get? dT2 is the change in the temperature of the hot food, that is 2 degrees Celsius by time ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് നമുക്ക് here K എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. ആൻഡ് ഇൻറ്റു
50 degree Celsius. Okay. അപ്പം ഈ 1 ഉം 2 ഉം കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത്. So we have these two equations. നേരത്തെ ഇക്വേഷൻ നമുക്ക് മേലെ കിട്ടിയ ഇക്വേഷൻ ആണ് എഴുതാം. 8/2 is equal to k into 70 degree Celsius ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പൊ നോക്കുക, നമ്മളിപ്പോൾ ഈ 1 ഡിവൈഡ് ബൈ 2 ചെയ്യുവാന്ന് വിചാരിക്കാം. 1 ഡിവൈഡ് ബൈ 2. അപ്പൊ 8/2 4 അല്ലേ? അപ്പൊ ഞാൻ 4 എന്ന് എഴുതാം. ഓക്കെ, സോ 1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 4/2/t എന്ന് പറയുമ്പോൾ 4t/t is equal to 70k divided by 50k. Kയും kയും നമുക്ക് ക്യാൻസൽ ആക്കാം. 7/5. ഇത് സോൾവ് ചെയ്യുമ്പോൾ ടൈം വിൽ ഗെറ്റ് us 0.7 minutes or അതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get it as 42 seconds. Okay, just multiply ചെയ്താൽ മതി. അപ്പം you'll get it as 42 seconds. Okay, അപ്പം അതാണ് നമ്മളുടെ ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.